സാപ്പിയൻ ഒരു കൾച്ചറായിട്ട് തന്നെ മാറണം. അല്ലെങ്കിൽ സാപ്പിയനിലൂടെ വരുന്ന ആളുകൾ ലക്ഷ്യങ്ങളും സ്വപ്നങ്ങളും പൂർത്തിയാക്കുന്ന ആളുകളിൽ ഉണ്ടായിരിക്കേണ്ട ഒരു കൾച്ചർ എന്നത് നമ്മൾ എപ്പോഴും പറയുന്നത് സെലിബ്രേഷനാണ്. സെലിബ്രേഷൻ ഈസ് ലൈഫ്. നമ്മുടെ ലൈഫിൽ എപ്പോഴും നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാനുള്ള ഓരോ കാര്യം. നമ്മൾ ഇന്ന് രാവിലെ രവീന്ദ്രനൊക്കെ പറയുമ്പോൾ പറയും, ഇന്ന് രാവിലെ നമ്മൾ ഉണർന്നെണീറ്റു എന്നത് തന്നെ നമുക്ക് ഇന്ന് വൈകുന്നേരം വരെ സെലിബ്രേറ്റ് ചെയ്യാൻ മാത്രമുള്ള ഒരു കാരണമാണ്. പക്ഷേ നമ്മൾ പലപ്പോഴും നമുക്കിന്ന് ഉറങ്ങി എഴുന്നേറ്റിട്ട് നമുക്ക് വേറെ എന്തെങ്കിലും സംഭവം ഇല്ലാത്തതിന്റെ പേരിൽ നമ്മൾ റിഗ്രറ്റ് ചെയ്തിട്ട് ഇങ്ങനെ പോകും. നമ്മുടെ സെലിബ്രേഷന്റെ കാരണങ്ങൾ നമ്മൾ തേടിപ്പോകും. പക്ഷേ നമ്മൾ ഇന്ന് രാവിലെ അനുഭവിച്ച കണ്ണ് തുറന്ന് എഴുന്നേൽക്കാൻ കഴിഞ്ഞു എന്ന ആ ഒരു നമ്മളെ ഒരു അച്ചീവ്മെന്റിനെ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാൻ തയ്യാറാവാറില്ല. ഈ സെലിബ്രേഷനെ കുറിച്ച് പറയുമ്പോൾ ഒരു കഥ ഓർമ്മ വരുന്നത്, പണ്ട് ഒരു കോടീശ്വരനായ ആൾ, അധികം മുന്നേ അല്ലാത്ത ഒരു കോടീശ്വരനായ ഒരാള് എല്ലാവരെയും വിളിക്കുകയാണ്. ഒരു പാർട്ടി എന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ്. സ്ഥലത്തെ നഗരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റാർ ഹോട്ടലിലേക്കാണ് വിളിക്കുന്നത്. സ്റ്റാർ ഹോട്ടലിൽ വിളിച്ചുകൊണ്ട് നിങ്ങൾ ഇന്ന് വൈകുന്നേരം ഈവനിങ് പാർട്ടിയുടെ എല്ലാവരും വരണം എന്ന് പറയും. ഈ പാർട്ടിക്ക് എത്തിയ ആളുകൾ കാണുന്നത് DJ വെച്ചുകൊണ്ട് ആർമാദിക്കുന്ന, ഈ പാർട്ടിക്ക് വിളിച്ച ആളുകൾ DJ ഒക്കെ വിട്ട് ആളുകളെ കൂടെ ഇങ്ങനെ ആർമാദിക്കുകയാണ് കാണുന്നത്. പക്ഷെ വന്ന ആളുകൾക്കൊന്നും മനസ്സിലാവുന്നില്ല എന്തിനാണ് ഇയാൾ പാർട്ടി വെച്ചതെന്ന് മനസ്സിലാകുന്നില്ല. ഇയാളിങ്ങനെ ആർമാദിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്, ഒരുപാട് ഫെലോഷിപ്പ്, എല്ലാ സംഭവങ്ങളും ഇങ്ങനെ ഒരുക്കിയിട്ടുണ്ട്, ആളുകൾ ഫുഡ് കഴിക്കുന്നുണ്ട്. അപ്പൊ ആളുകൾക്ക് ഉണ്ടാവുള്ള ഒരു മലയാളി മനുഷ്യട്ടുള്ള ഒരാൾ പോയി ചോദിച്ചു, എന്തിനാ ഇപ്പൊ ഇയാൾ ഇങ്ങനെ ആഘോഷിക്കുന്നതാണെന്നുള്ള രീതിയിൽ പോയി ചോദിച്ചു. ഇയാൾക്ക് ഇത് അറിയാതെ ഒരു ഇത് കിട്ടുന്നില്ല. അപ്പൊ അയാൾ പോയി ചോദിച്ചു, അല്ല നിങ്ങൾ ഇങ്ങനെ ആഘോഷിക്കുന്നുണ്ടെങ്കിൽ ബർത്ത്ഡേ അല്ല, നിങ്ങളെ വെഡിങ് ആനിവേഴ്സറി അല്ല, എന്തെങ്കിലും തരത്തിലൊരു എന്തെങ്കിലും ഓണോ പെരുന്നാളോ ഒന്നും കാണുന്നില്ല, നിങ്ങൾ എന്താണ് ഇങ്ങനെ ആഘോഷിക്കുന്നത് ചോദിച്ചപ്പോ അയാൾ തിരിച്ചുകൊണ്ട് ഇങ്ങനെ DJ ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ പറയാണ്, ഇന്ന് രാവിലെ എന്റെ പുതിയ മെർസിഡസ് ബെൻസ് അടിച്ച് പണിയായി, ടോട്ടൽ ലോസ് ആണ്, ഒന്നും ബാക്കിയില്ല എന്ന് പറഞ്ഞു. ഇയാൾ ആകെ നിന്നു, ബാക്കിയുള്ള ഡാൻസ് ചെയ്ത് കൊടുക്കുന്ന ആളുകളൊക്കെ നിന്നു. മൊത്തത്തിൽ എല്ലാവരും ഒരു ഷോക്ക് അടിച്ച് ഒരു മരണ വീട്ടിൽ നിന്ന പോലെ. പക്ഷെ ഇയാൾ അപ്പോഴും ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇയാൾക്ക് വട്ടാണോ അല്ലെങ്കിൽ ഇയാൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് വീണ്ടും ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു, ഡ്രൈവർക്കൊന്നും സംഭവിച്ചിട്ടില്ല, ഞാനായിരുന്നു ആ കാർ ഓടിച്ചുകൊണ്ടിരുന്നതെന്ന്. അപ്പോഴാണ് ഈ സെലിബ്രേഷന്റെ പ്രത്യേകത ഇവർക്ക് മനസ്സിലാവുന്നത്. അതുവരെ ഇവരുടെ ഇയാൾക്ക് വട്ടാണെന്ന്. അതായത് അയാൾ പറയുന്നത്, എന്റെ ഒരു ചെറുവരവിന് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ എനിക്കൊരിക്കലും അത് റീപ്ലേസ് ചെയ്യാൻ പറ്റുമായിരുന്നില്ല. പക്ഷേ ഈ 60 ലക്ഷം 1 കോടിയോ കൊടുത്താൽ കിട്ടുന്ന അല്ലെങ്കിൽ ബെൻസ് കാർ എനിക്ക് വീണ്ടും വാങ്ങിക്കാൻ പറ്റും. എന്റെ ആരോഗ്യം അങ്ങനെ നമുക്ക് ഇല്ലാത്തതിനെ കുറിച്ച് തേടിപ്പോൾ നമുക്കുള്ളത്. ഇപ്പൊ കൊറോണ നമുക്ക് വന്നില്ല എന്ന് വെച്ചാൽ നമുക്ക് സെലിബ്രേറ്റ് ചെയ്തൂടെ? ഇന്നലെ പനി പിടിച്ചില്ല എന്ന് നമുക്ക് സെലിബ്രേറ്റ് ചെയ്തൂടെ? എത്ര ആളുകൾ അസുഖമായിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ സെലിബ്രേറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളും നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ട്. പക്ഷെ നമുക്കത് സെലിബ്രേറ്റ് ചെയ്യാൻ കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മളെ മലയാളികളെ മൊത്തത്തിൽ ഒന്നിച്ച് സെലിബ്രേറ്റ് ചെയ്യിപ്പിക്കുന്ന വലിയൊരു സന്ദേശത്തിന്റെ കാര്യമാണ് ഓണനിലാവിലൂടെ സാപ്പിയൻ നമ്മോട് പറയുന്നത്. അല്ലാതെ ഒരു ഓണത്തിന് മാത്രം സെലിബ്രേറ്റ് ചെയ്യുക എന്നുള്ളതല്ല. ഓണം കേരളത്തിന്റെ അല്ലെങ്കിൽ മലയാളികളുടെ, ആഗോളതലത്തിലുള്ള മലയാളികളുടെ ഒരു വികാരവും ഒരു ആഘോഷവുമായതുകൊണ്ടാണ്. അത് ഏതെങ്കിലും മതത്തിന്റെയോ ജാതിയുടെയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കൊയ്ത്തുത്സവത്തിന്റെയോ ഒന്നും പേരിലല്ല നമ്മൾ പറയുന്നത്. ആഘോഷിക്കാൻ ഒരു കാരണമാണ് നമുക്ക്. കാരണങ്ങൾ നമുക്ക് ഇഷ്ടം പോലെ ഇതേപോലെയുള്ള കാരണങ്ങൾ നമുക്കുണ്ടെങ്കിൽ നമ്മൾ ആഘോഷിക്കില്ല. അതുകൊണ്ട് നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി കിട്ടിയ ഈ ഓണത്തെ നമ്മൾ അടിച്ചു പൊളിക്കുകയാണ്. നമ്മുടെ പരിസരത്തുള്ള നമ്മുടെ സുഹൃത്തുക്കളോടും കൂടെ ചേർന്നുകൊണ്ട് നമ്മളുടെ മനോഹരമായ ഓണപ്പൂക്കൾ നമ്മൾ ഒരുക്കി. അതിന് നമുക്കൊരു ഓണ സന്ദേശത്തിന് വേണ്ടി നമുക്ക് രവിയേട്ടൻ ഇവിടെ വന്നിട്ടുണ്ട്. ഹാഷിക്ക് നമ്മുടെ കൂടെ ചേർന്നുകൊണ്ട് ഇത്രയും കാലമായി ഹാഷിക്ക് പറയുന്ന ഒറ്റ കാര്യമുള്ളൂ, ലാക്ക് ഓഫ് വില്ലിങ്നെസ്. മനസ്സില്ലായ്മ അല്ലാത്ത എല്ലാ അസുഖത്തിനും മരുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരെയും ലക്ഷ്യത്തിലേക്കും സ്വപ്നത്തിലേക്കും എത്താൻ വേണ്ടി പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മെന്ററാണ് നമ്മുടെ കൂട്ടത്തിൽ ആഷിക്ക്. ഒരുപാട് കാലമായി ഒരുപാട് ആളുകൾ ബുക്ക് എഴുതാത്ത ആളുകളെ കൊണ്ട് ബുക്ക് എഴുതിച്ചു. PhD എടുക്കാൻ താല്പര്യമുള്ള ആളുകൾ PhD എടുപ്പിച്ചു. ഡോക്ടറാവാൻ വാതുവായി നിന്ന ആളുകളെ കൊണ്ട് ഡോക്ടറേറ്റ് എടുപ്പിച്ചു. അങ്ങനെ ഒരാൾ മുടങ്ങിക്കിടക്കുന്നത് എന്തിന്റെ പേരിലാണ്, അതിന്റെ റൂട്ട് കോസ് കണ്ടെത്തിക്കൊണ്ട് അതിന് മരുന്ന് കൊടുത്തുകൊണ്ട് ആളുകളെ സക്സസ് ആകുന്നതിന് വേണ്ടി സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന, സഹായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടായ്മയാണ് സാപ്പിയൻ ഗ്ലോബൽ. നിങ്ങൾ എവിടെയാണ് എന്നതിലല്ല, നിങ്ങൾക്ക് എവിടെയാണ് പോകേണ്ടത് എന്നതിന്റെ ഉത്തരം ലഭിക്കുന്ന ഒരു കൂട്ടായ്മയാണ് സാപ്പിയൻ ഗ്ലോബൽ. നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിൽ ഈ ഒരു മെസ്സേജ് എത്തിക്കുക. പലരും ചെറിയ കാരണങ്ങൾ തട്ടി, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് സമ്മതിക്കുന്നില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖമാണ്, അല്ലെങ്കിൽ പൈസ ഇല്ല, എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് നമ്മുടെ ലക്ഷ്യങ്ങളിലേക്ക്, സ്വപ്നങ്ങളിലേക്ക് എത്താതിരിക്കാൻ കാരണമാകുന്നുണ്ടെങ്കിൽ അവരെ കൈപിടിച്ച് കൂടെ നടത്തി മാസങ്ങളോളം മെന്റർ ചെയ്ത് അവരെ അവരുടെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. അതിന്റെ മെന്ററായിക്കൊണ്ട് ആശിക്ക് നമ്മുടെ കൂടെയുണ്ട്. അതുപോലെ ഈ പരിപാടി അത്രയും മനോഹരമായി കോർഡിനേറ്റ് ചെയ്ത ആളുകളൊക്കെ നമ്മുടെ കൂടെ ഇരിക്കുന്നുണ്ട്. തുടക്കം മുതൽ ഇതിന്റെ പിന്നാലെ കൂട്ടിക്കൊണ്ട് ഇതിനെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്ന ആളുകൾ എല്ലാവരും ഉണ്ട്. നമുക്ക് ഈ ഒരു പ്രോഗ്രാം സെലിബ്രേഷൻ എന്നല്ലേ, സെലിബ്രേഷൻ ഇസ് ലൈഫ് എന്ന അതിന്റെ ഒരു ഫുള്ളായിട്ടുള്ള ഒരു മീനിങ്ങിലേക്ക് ഈ പ്രോഗ്രാമും നമ്മുടെ ജീവിതവും മാറ്റുന്നതിന് വേണ്ടി ഈ സെലിബ്രേഷൻ നമുക്ക് ഉപകരിക്കട്ടെ എന്ന് മാത്രം
ആമുഖമായി പറഞ്ഞുകൊണ്ട് ഈ ഒരു പ്രോഗ്രാമിന് ഔപചാരികമായി ഒരു സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി ഈ പ്രോഗ്രാം കോർഡിനേറ്റർ ആയിട്ടുള്ള ഫാത്തിമ ഷുറാസിനെ ഇൻവൈറ്റ് ചെയ്തു.